സംഖ്യ 18 അധ്യായം. കർത്താവ് അഹറോനോട് അരുൾ ചെയ്തു, വിശുദ്ധസ്ഥലത്തെ സംബന്ധിച്ച കുറ്റത്തിന് നീയും നിന്റെ പുത്രന്മാരും നിന്നോടൊപ്പം നിന്റെ പിതൃഭവനവും ഉത്തരവാദിയായിരിക്കും. നിങ്ങളുടെ പൗരോഹിത്യം സംബന്ധിച്ച കുറ്റം വഹിക്കേണ്ടതും നീയും നിന്നോടൊപ്പം നിന്റെ പുത്രന്മാരുമാണ്. നീയും നിന്നോടൊപ്പം നിന്റെ പുത്രന്മാരും സാക്ഷ്യകൂടാരത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നിന്നോട് ചേരുന്നതിനും നിന്നെ സഹായിക്കുന്നതിനും നിന്റെ സഹോദരന്മാരെ കൂടി, അതായത് നിന്റെ പിതൃഗോത്രമായ ലേവി ശാഖയെ നിന്നോടുകൂടെ കൊണ്ടുവരണം. നിന്റെ ചുമതലയിലും കൂടാരം മുഴുവൻ്റെയും ആവശ്യകതയിലും അവർ ജാഗരൂകരാകണം. അവരും നിങ്ങളും മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധസ്ഥലത്തെ ഉപകരണങ്ങളെയോ ബലിപീഠത്തെയോ അവർ സമീപിക്കരുതെന്ന് മാത്രം. അവർ നിന്നോട് ചേർന്ന് സമാഗമ കൂടാര ശുശ്രൂഷയും കൂടാരജോലി മുഴുവനും നിർവഹിക്കണം. അന്യൻ നിങ്ങളെ സമീപിക്കരുത്. ഇസ്രായേല്യരുടെ മേൽ ഇനിയൊരു ക്രോധം ഉണ്ടാകാതിരിക്കാൻ വിശുദ്ധസ്ഥലത്തിൻ്റെ ശുശ്രൂഷയും ബലിപീഠത്തിൻ്റെ ശുശ്രൂഷയും നിങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇതാ, സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ടി കർത്താവിന് നൽകപ്പെട്ട സമ്മാനമായി നിങ്ങളുടെ ലേവായ സഹോദരന്മാരെ ഇസ്രായേല്യരുടെ ഇടയിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ബലിപീഠത്തിൻ്റെ ഓരോ കാര്യം സംബന്ധിച്ചും തിരശ്ശീലയുടെ അകം സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ പുരോഹിത ശുശ്രൂഷ നീയും നിന്നോടൊപ്പം നിന്റെ പുത്രന്മാരും പാലിക്കുകയും അനുഷ്ഠിക്കുകയും വേണം. ഞാൻ നൽകുന്ന നിങ്ങളുടെ പൗരോഹിത്യം ദാനശുശ്രൂഷയാണ്. അതിനെ സമീപിക്കുന്ന അന്യൻ കൊല്ലപ്പെടണം. കർത്താവ് അഹറോനോട് വചിച്ചു, ഇതാ, എൻ്റെ കാണിക്കകളുടെ മേൽനോട്ടം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. ഇസ്രായേല്യരുടെ എല്ലാ വിശുദ്ധ വസ്തുക്കൾക്കുമുള്ള ഓഹരിയായി ഞാൻ അവ നിനക്കും നിന്റെ പുത്രന്മാർക്കും ഒരു ശാശ്വത ചട്ടമായി നൽകിയിരിക്കുന്നു. അഗ്നിയിലെ അർപ്പണത്തിൽ നിന്നുള്ള അതിവിശുദ്ധ വസ്തുക്കളിൽ നിന്ന് ഇത് നിനക്കുള്ളതായിരിക്കും. അവരുടെ ഓരോ ധാന്യയാഗത്തിൻ്റെയും ഓരോ പാപമുക്തിയാഗത്തിൻ്റെയും ഓരോ പ്രായശ്ചിത്തയാഗത്തിൻ്റേതുമായി അവർ എനിക്കായി അർപ്പിക്കുന്ന അവരുടെ ഓരോ കാണിക്കയും അത് നിനക്കും നിന്റെ പുത്രന്മാർക്കുമുള്ള അതിവിശുദ്ധ വസ്തുവായിരിക്കും. അതിവിശുദ്ധ വസ്തുവായി അത് നീ ഭക്ഷിക്കണം. പുരുഷന്മാർക്കെല്ലാം അത് ഭക്ഷിക്കാം. അത് നിനക്ക് വിശുദ്ധമാണ്. ഇതും നിനക്കുള്ളതായിരിക്കും. ഇസ്രായേല്യരുടെ എല്ലാ നീരാജനങ്ങൾക്കുമായുള്ള അവരുടെ സമ്മാനക്കാഴ്ച അവ നിനക്കും നിന്റെ പുത്രന്മാർക്കും നിന്നോടൊപ്പമുള്ള നിന്റെ പുത്രിമാർക്കും ശാശ്വത വിഹിതമായി ഞാൻ തന്നിരിക്കുന്നു. നിന്റെ ഭവനത്തിൽ ശുദ്ധിയുള്ള ആർക്കും അത് ഭക്ഷിക്കാം. എണ്ണയുടെ വിശിഷ്ടഭാഗവും പുതുവീഞ്ഞിൻ്റെയും ധാന്യത്തിൻ്റെയും വിശിഷ്ടഭാഗവും, അതായത് അവർ കർത്താവിന് തരുന്ന അവയുടെ ആദ്യഫലം ഞാൻ നിനക്ക് നൽകുന്നു. അവർ കർത്താവിന് കൊണ്ടുവരുന്ന തങ്ങളുടെ ദേശത്തുള്ള എല്ലാറ്റിൻ്റെയും ആദ്യഫലങ്ങൾ നിനക്കുള്ളതായിരിക്കും. നിന്റെ ഭവനത്തിൽ ശുദ്ധിയുള്ള ആർക്കും അത് ഭക്ഷിക്കാം. ഇസ്രായേലിൽ സമർപ്പിത വസ്തുവായതൊക്കെയും നിനക്കുള്ളതായിരിക്കും. മനുഷ്യനിലാകട്ടെ മൃഗത്തിലാകട്ടെ എല്ലാ ശരീരികളുടെയും ഗർഭപാത്രം തുറക്കുന്നത് അവർ കർത്താവിന് സമർപ്പിക്കുന്നത് നിനക്കുള്ളതായിരിക്കും. മനുഷ്യൻ്റെ ആദ്യജാതനെ തീർച്ചയായും നീ വീണ്ടെടുക്കണമെന്ന് മാത്രം. മലിനമൃഗത്തിൻ്റെ കടിഞ്ഞൂലിനെയും വീണ്ടെടുക്കണം. 1 മാസം പ്രായമാകുമ്പോൾ മുതലാണ് അതിൻ്റെ വീണ്ടെടുപ്പുണ്ടാകേണ്ടത്. നിന്റെ മതിപ്പ് വിലയനുസരിച്ച് വിശുദ്ധസ്ഥലത്തെ 20 ഗേരാ ഷെക്കൽ പ്രകാരം 5 ഷെക്കൽ വെള്ളിക്കായിരിക്കണം നീ വീണ്ടെടുക്കേണ്ടത്. എന്നാൽ കാളയുടെ കടിഞ്ഞൂലിനെയോ ചെമ്മരിയാടിൻ്റെ കടിഞ്ഞൂലിനെയോ കോലാടിൻ്റെ കടിഞ്ഞൂലിനെയോ നീ വീണ്ടെടുക്കേണ്ടതില്ല. അവ വിശുദ്ധിയുള്ളതാണ്. അവയുടെ രക്തം ബലിപീഠത്തിന്മേൽ തളിക്കുകയും മേധസ് കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമായി ധൂമിക്കുകയും വേണം. അവയുടെ മാംസം നീരാജന നെഞ്ചുപോലെയും വലത്തെ കാൽക്കുറകുപോലെയും നിനക്കുള്ളതാണ്. ഇസ്രായേല്യർ കർത്താവിനുയർത്തുന്ന വിശുദ്ധ വസ്തുക്കളുടെ കാണിക്കകളെല്ലാം നിനക്കും നിന്റെ പുത്രന്മാർക്കും നിന്നോടൊപ്പമുള്ള നിന്റെ പുത്രിമാർക്കും ശാശ്വത വിഹിതമായി ഞാൻ നൽകുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിനക്കും നിന്നോടൊപ്പം നിന്റെ സന്തതിക്കും ശാശ്വതമായ ഉപ്പിൻ്റെ ഉടമ്പടിയായിരിക്കും അത്. കർത്താവ് അഹറോനോട് അരുൾ ചെയ്തു, അവരുടെ നാട്ടിൽ നീ അവകാശിയാവുകയില്ല. അവരുടെ ഇടയിൽ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ്
ഇസ്രായേല്യരുടെ ഇടയിൽ നിന്റെ ഓഹരിയും നിന്റെ അവകാശവും. സമാഗമ കൂടാര ശുശ്രൂഷയ്ക്കായി ലേവ്യർ നിർവഹിക്കുന്ന അവരുടെ ജോലിക്കു പകരമായി ഇസ്രായേലിലെ ദശാംശം ഓരോന്നും അവർക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നു. പാപമേറ്റ് മരിക്കത്തക്ക വിധം ഇനിയും ഇസ്രായേല്യർ സമാഗമ കൂടാരത്തെ സമീപിക്കരുത്. നിങ്ങളുടെ തലമുറകൾക്ക് ശാശ്വത ചട്ടമായി ലേവായൻ തന്നെ സമാഗമ കൂടാരത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കണം. തങ്ങളുടെ കുറ്റം അവർ വഹിക്കുകയും വേണം. ഇസ്രായേല്യരുടെ ഇടയിൽ അവർ അവകാശം സ്വന്തമാക്കുകയില്ല. കർത്താവിന് കാണിക്കയായി ഇസ്രായേല്യർ ഉയർത്തുന്ന അവരുടെ ദശാംശം ലേവായർക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇസ്രായേല്യരുടെ ഇടയിൽ അവർ അവകാശം സ്വന്തമാക്കുകയില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞത്. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: നീ ലേവായരോട് പ്രഖ്യാപിച്ച് അവരോട് പറയണം, ഇസ്രായേല്യരിൽ നിന്ന് നിങ്ങളുടെ അവകാശമായി ഞാൻ തരുന്ന ദശാംശം നിങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ആ ദശാംശത്തിൽ നിന്ന് 1% കർത്താവിന് കാണിക്കയായി സമർപ്പിക്കണം. നിങ്ങളുടെ കാണിക്ക മെതിക്കളത്തിൽ നിന്നുള്ള ധാന്യം പോലെയും ചക്കിൽ നിന്നുള്ള നിറവ് പോലെയും നിങ്ങൾക്കായി പരിഗണിക്കപ്പെടും. അങ്ങനെ ഇസ്രായേല്യരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന എല്ലാവിധ ദശാംശങ്ങളിലും നിന്ന് നിങ്ങളും കർത്താവിൻ്റെ കാണിക്ക സമർപ്പിക്കണം. പുരോഹിതനായ അഹറോന് അതിൽ നിന്ന് കർത്താവിൻ്റെ കാണിക്ക നിങ്ങൾ കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ സമ്മാനങ്ങൾ ഓരോന്നിലും നിന്ന്, അതിൻ്റെ ഉത്തമമായ എല്ലാറ്റിലും നിന്ന് അതിൻ്റെ വിശുദ്ധവസ്തു നിങ്ങൾ കർത്താവിനുള്ള കാണിക്കയായി സമർപ്പിക്കണം. അതിൽ നിന്നുള്ള ഉത്തമഭാഗം നിങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ളത് ലേവായർക്കായി മെതിക്കളത്തിൽ നിന്നുള്ള ഉത്പന്നം പോലെയും ചക്കിൽ നിന്നുള്ള ഉത്പന്നം പോലെയും പരിഗണിക്കപ്പെടും എന്ന് നീ അവരോട് പറയണം. അത് സമാഗമ കൂടാരത്തിൽ നിങ്ങളുടെ ജോലിക്ക് പ്രതിഫലമായ വേതനം തന്നെയാകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഏത് സ്ഥലത്ത് വെച്ചും അത് ഭക്ഷിക്കാം. അതിൽ നിന്ന് ഉത്തമഭാഗം നിങ്ങൾ സമർപ്പിച്ചിരിക്കയാൽ അതിനെ പ്രതി നിങ്ങൾ പാപമേൽക്കേണ്ടി വരില്ല. ഇസ്രായേല്യരുടെ വിശുദ്ധ വസ്തുക്കൾ നിങ്ങൾ ദുഷിപ്പിച്ചിട്ടില്ലാത്തതിനാൽ നിങ്ങൾ മരിക്കുകയില്ല.